മുഖ്യമന്ത്രിയുടെ പുതിയ പദ്ധതി എന്താണെന്നറിയോ? എരിതീയിൽ എണ്ണ ഒഴിക്കൽ. അങ്ങനെ ഒരു കൊടുംചതി ചെയ്യാൻ പാടില്ലായിരുന്നു. കൊടുംചതി എന്ന് പറഞ്ഞാൽ പോരാ. കാരണം എന്താണെന്നറിയോ? ഒരു പാർട്ടി അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഇല്ലാന്ന് നാട്ടുകാരെ എങ്ങനെ ബോധിപ്പിക്കുന്നു മാത്രം ചർച്ച ചെയ്യാൻ മീറ്റിംഗ് കൂടുന്ന ഒരു കാലം. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഇപ്പം നിലവിലില്ല. ഇത് മരുന്ന് കഴിക്കണ പോലെ 3 നേരം പറയണ ആളെ മനസ്സിലായല്ലോ. രമേശ് ചെന്നിത്തല സാർ. ആ വേദിയിൽ ഒരാള് ആളെ കണ്ടുപിടിച്ചു. ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ ഒരൊറ്റ കാര്യത്തിലെ ഒറ്റക്കെട്ട് അല്ലാത്തതേ ഉള്ളൂ. ഞങ്ങളുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പം ആ ഒറ്റക്കെട്ടുണ്ടല്ലോ, ആ കെട്ടിന്ന് ഒരാളെ മാത്രം എടുത്തിട്ട് എങ്ങനെ മുഖ്യമന്ത്രിയാക്കുക? ഒരാളെ മാത്രം ഇങ്ങോട്ട് മാറ്റുമ്പോൾ ബാക്കിയുള്ളവർക്കുള്ള വിഷമമുണ്ടല്ലോ, അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അതിനു വേണ്ടിയിട്ടുള്ള നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ആ നടപടി എന്താണെന്നല്ലേ കാണിച്ചു തരാം. NK പ്രേമേന്ദ്രൻ ഇതാ ഇങ്ങനെ കാട്ടിക്കൊടുത്തു. ഇങ്ങനെ കാട്ടിയപ്പോൾ സ്വാഗത പ്രസംഗം നടത്തുന്ന ആൾക്ക് മനസ്സിലായത് തള്ളിക്കോന്നാണെന്നാണ് തോന്നുന്നത്. ഇനിയാണ് നമ്മൾ ആദ്യം പറഞ്ഞ ആ എരിതീയിൽ എണ്ണ ഒഴിക്കൽ പരിപാടി നടക്കാൻ പോകുന്നത്. എണ്ണ സ്പോൺസർ ചെയ്യുന്നത് സ്വാഗത പ്രസംഗം നടത്തുന്ന ആൾ തന്നെ. കേരള രാഷ്ട്രീയത്തിൽ ഒരിക്കലും അവഗണിക്കാനാകാത്ത വലിയ ശക്തി രമേശ് ചെന്നിത്തല അവർ. അടുത്ത മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഓർമ്മ വെച്ച നാളെ തൊട്ട് ഞാൻ അനുഭവിക്കുന്ന നാണക്കേട് കളിപ്പന്ത് കളിക്കുന്ന മൈതാനത്ത് അമ്പലക്കുളത്തിൽ മുങ്ങാങ്കുഴിയിടുമ്പോൾ എന്നെ തോൽപ്പിക്കാനായി എന്നും അവനുണ്ടായിരുന്നു. അടുത്ത മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഈ ആശംസക്ക് പ്രോത്സാഹനമായിട്ട് VD സതീശന്റെ വക ഒരു ചിരി ആശംസ. ആ ചിരി അവിടെ മൊത്തത്തിൽ അങ്ങോട്ട് പരന്നു. ഇനിയാണ് മുഖ്യമന്ത്രിയുടെ വക എരിതീയിൽ എണ്ണ ഒഴിക്കൽ. നമ്മുടെ സ്വാഗത പ്രാസംഗിനെ കുറിച്ചൊരു വാചകം പറഞ്ഞില്ലെങ്കിൽ അതൊരു മോശമായി തീരുമെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം രാഷ്ട്രീയമൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഒരു പാർട്ടിക്കകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വലിയ ബോംബാണ് അദ്ദേഹം പൊട്ടിച്ചത്. ബോംബ് ഇട്ട് കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ അത് പൊട്ടാതെ നോക്കണ്ടേ? അത് പൊട്ടാതിരിക്കുകയാണ്. എപ്പോൾ പൊട്ടുന്നു എന്ന് മാത്രം മുഖ്യമന്ത്രി ആലോചിച്ചാൽ മതി. പക്ഷെ ഇങ്ങനത്തെ ബോംബ് കോൺഗ്രസ്സുകാർ ഇങ്ങനെയല്ല പൊട്ടിക്കല്. അതിന് കോൺഗ്രസിന് അതിൻ്റെതായ രീതിയുണ്ട്. അതാണ് ആ രീതി മുഖ്യമന്ത്രിക്ക് അറിയില്ലേ? ഞാൻ ആ പാർട്ടിക്കാരനല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. എന്നാലും പിന്നെന്തിനാണ് സീരിയസ് ആയിട്ട് ഒരു അടി നടക്കുമ്പോ ഒരു പരിപാടി നടക്കുമ്പോ നിങ്ങൾ ഇങ്ങനെ തമാശയാക്കണേ? പിന്നെ മുഖ്യമന്ത്രി എത്രയും തമാശ പറയരുത്. ഇവിടെ ഇങ്ങനത്തെ ഓരോ ചർച്ചയും പൊന്തി വരാതെ എങ്ങനെ നോക്കണത് എന്ന് സതീശേട്ടന് മാത്രമേ അറിയുള്ളൂ. അപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഒരു തമാശ. എന്നെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കരുത്. ശരി, ഞങ്ങൾ കാര്യമായിട്ട് പറയും. ഈ പോണോരും വരുന്നവരും ഒക്കെ മുഖ്യമന്ത്രി ചെന്നിത്തല ആകണം എന്ന് പറഞ്ഞിട്ടാ പോണത്. ഇതിൽ വല്ല കാര്യമുണ്ടോ? ഞാനടക്കമുള്ള ഒരാളും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയല്ല. അല്ല സതീശേട്ടാ, ഈ ഞാനടക്കം എന്ന് നിങ്ങൾ ഇങ്ങനെ പറയാന്നല്ലാതെ പുറത്തൊരാളും നിങ്ങളെ പേര് പറയണില്ലല്ലോ. അവര് പറഞ്ഞില്ല. നിനക്ക് ഇപ്പോഴും നല്ല വിഷമമുണ്ടല്ലേ? അവരങ്ങനെ പറഞ്ഞില്ല. അതെന്താ ആരും നിങ്ങളെ പേര് പറയാത്തെ? എനിക്കറിയില്ല. ഇടക്കിടക്ക് ചെന്നിത്തലയുടെ പേര് ഇങ്ങനെ പൊന്തി വരുന്നത് എങ്ങനെയാണെന്ന് ആരെങ്കിലും കണ്ടുപിടിക്കോ? അതോ വേറെ വല്ല പേരുകളും ഇനി പല ഭാഗത്തു നിന്നും പൊന്തി വരുമെന്നൊക്കെ കാത്തിരുന്ന് കാണാം.